ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ജൂട്ട് ത്രെഡാണ്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ചാടിക്കുരു ആണ് കേട്ടോ. അപ്പോൾ ഈ മഞ്ചാടിക്കുരു നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ജൂട്ട് ത്രെഡ് ആദ്യം ഒന്നിങ്ങനെ ബോട്ടിലേക്ക് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് മാത്രം ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫെവിക്കോൾ ആ ഒരു ബോട്ടിലിൻ്റെ താഴത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ജൂട്ട് ത്രെഡ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഒരു 2 ലെയറായിട്ട് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് മതി. ഒരു 2 ലെയറായിട്ടാണ് നമ്മൾ ആദ്യം ഇത് റോൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ജൂട്ട് ത്രെഡ് അത്ര ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒന്നും അല്ല കേട്ടോ, നല്ല റേറ്റ് കുറവുള്ളതാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ജൂട്ട് ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 2 ലെയറായിട്ട് ആദ്യം ആ ഒരു ജൂട്ട് ത്രെഡ് ഒന്നങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫെവിബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ഒരു മഞ്ചാടിക്കുരു ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഫെവിബോണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ജൂട്ട് ത്രെഡിൻ്റെ ഒരു റോൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മഞ്ചാടിക്കുരു ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ചാടിക്കുരു നമ്മളിങ്ങനെ പരന്നിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ചേരിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കഴിയുന്നത് നമുക്ക് ആ ഏകദേശം ഒരേ സൈസിലുള്ള നോക്കി ഒട്ടിക്കാൻ നോക്കാം. മഞ്ചാടിക്കുരു ചിലത് ഭയങ്കര ചെറുതായിരിക്കും, പിന്നെ കുറച്ച് വലുതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഏകദേശം ഒരേപോലുള്ളതൊക്കെ ഒട്ടിച്ചിട്ട് ആ ഒരു റൗണ്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ മഞ്ചാടിക്കുരു ഒട്ടിക്കുമ്പോൾ തീരെ ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിക്കാൻ നോക്കുക. പിന്നെ ഈ ഫെവി ബോണ്ടോന്ന് ഒട്ടിക്കുമ്പോൾ ആദ്യം നമുക്കിങ്ങനെ സ്റ്റിക്ക് ആവാത്ത പോലെ തോന്നും, ഇങ്ങനെ കുറച്ച് ഇളകി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഡ്രൈ ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഫെവി ബോണ്ടിന് പകരം നിങ്ങൾ ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്തും നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു 2 ലെയറായിട്ട് നമ്മൾ ജൂട്ട് ത്രെഡ് ആക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മഞ്ചാടിക്കുരു വെച്ചിട്ട് ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു മഞ്ചാടിക്കുരുവിൻ്റെ റോളിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജൂട്ട് ത്രെഡ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ ജൂട്ട് ത്രെഡ് ഇങ്ങനെ 2 ലെയറായിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഇനി അതുപോലെ തന്നെ അതിൻ്റെ മേലെ നമ്മൾ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ മഞ്ചാടിക്കുരു ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ മഞ്ചാടിക്കുരു ഒരു റൗണ്ടായിട്ടല്ല 2 റൗണ്ടായിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു റൗണ്ടായിട്ടാണല്ലോ ഒട്ടിച്ചത്. അപ്പോൾ അതുപോലെ നമ്മൾ ഡബിൾ ലെയർ ആയിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ജൂട്ട് ത്രെഡ് ഇങ്ങനെ 2 ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജൂട്ട് ത്രെഡ് ഇങ്ങനെ 2 ലെയറായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് മഞ്ചാടിക്കുരു ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ബോട്ടിൽ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. 2 ലെയറായിട്ട് ഇങ്ങനെ ജൂട്ട് ത്രെഡ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതുപോലെ മഞ്ചാടിക്കുരു ഇങ്ങനെ ഒരു ലെയറായിട്ട്, പിന്നീട് ഞാൻ മഞ്ചാടിക്കുരു ഒട്ടിക്കുന്നത് 2 ലെയറായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഞാൻ ഒരു ലെയറായിട്ട് അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ജൂട്ട് ത്രെഡ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെയല്ല ഒരു 3 ലെയറായിട്ട് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ലെയറായിട്ട് മതി എന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ മഞ്ചാടിക്കുരു ഇങ്ങനെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജൂട്ട് ത്രെഡിൻ്റെ ആ ഒരു ലെയറിൻ്റെ എണ്ണം അങ്ങനെ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു റെഡ് കളറായിട്ട് ഇങ്ങനെ കൂടുതൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജൂട്ട് ത്രെഡിൻ്റെ ലെയർ കുറച്ചിട്ടുള്ളത്. ഇപ്പോൾ മഞ്ചാടിക്കുരു കുറവാണെന്നെങ്കിൽ ജൂട്ട് ത്രെഡ് ഒരു 4 ലെയറായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മഞ്ചാടിക്കുരു ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതേ ഒരു പ്രോസസ്സ് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോട്ടിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ നെക്കിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് ഇങ്ങനെ ജൂട്ട് ത്രെഡ് മാത്രം ഒട്ടിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ജൂട്ട് ത്രെഡ് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത്രക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാനത് പറിച്ചെടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ മഞ്ചാടിക്കുരും ജൂട്ട് ത്രെഡും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ചെയ്ത് വന്ന സമയത്ത് നോക്കിയപ്പോഴാണ് ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ 2 ലെയർ മഞ്ചാടിക്കുരുവാണ് ഒട്ടിച്ചത് ഒരു ലെയറിന് പകരം. പക്ഷേ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കേട്ടോ, ഒരു 2 ലെയറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് ഇങ്ങനെ ഒരു മഞ്ചാടിക്കുരു കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ഒരു ലെയറായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇടവിട്ടിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മഞ്ചാടിക്കുരു വെച്ചിട്ട് ഓൾറെഡി 2-3 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും മഞ്ചാടിക്കുരു വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ചാടിക്കുരു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുന്നിക്കുരു കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ബ്ലാക്കും ഇങ്ങനെ ഡോട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പുളിങ്കുരു വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്തൊരു ഒരു ബ്ലാക്കും അതുപോലെ ജൂട്ടും കൂടെ കിട്ടുന്ന ഒരു കോമ്പിനേഷനിലായിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ജൂട്ട് ത്രെഡിൻ്റെ ഒരു ത്രെഡ് ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ബേൺ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വലിയൊരു മാറ്റമൊന്നും എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മഞ്ചാടിക്കുരു ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പെയിൻ്റ് ഒന്നും കയ്യിലില്ല, അതുപോലെ വീട്ടിൽ കിട്ടുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. കാരണം ഇവിടെ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ആ ഒരു ഗമ്മൊക്കെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ചെയ്യാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, ആർക്കും ചെയ്യാൻ പറ്റും, അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. മഞ്ചാടിക്കുരു വെച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിൽ ആർട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് മഞ്ചാടിക്കുരു വെച്ചിട്ട് അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡും കൂടെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. മഞ്ചാടിക്കുരു ഇങ്ങനെ ഒരു ചെറിയുടെ ബണ്ടിൽ പോലെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഒരുപാട് പേര് ഇങ്ങനെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനത് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടാം. പിന്നെ ഈ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് കളിച്ചിട്ട് അപ്പോൾ അതിന് കുറേ മഞ്ചാടിക്കുരുക്കെ ഇങ്ങനെ ഇളകി പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനതും കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. പിന്നെ ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡെക്കറേറ്റീവ് ബോൾസിൻ്റെ ഒരു പാർട്ട് 2 ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലിങ്ങനെ ഒന്ന് ജസ്റ്റ് മഞ്ചാടിക്കുരു വെച്ചിട്ടൊരു ബോൾസ് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറേയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ട്രേയിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഡൈനിങ് ടേബിളിലും അതുപോലെ ഷോക്കേസിലൊക്കെ വെച്ചാലും നല്ലൊരു ഭംഗിയാണ്. നമ്മൾ പെയിൻ്റൊക്കെ യൂസ് ചെയ്യാതെ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. നമ്മൾ മഞ്ചാടിക്കുരു വെച്ച് ചെയ്തിട്ടുള്ള എല്ലാ ക്രാഫ്റ്റും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യാം കേട്ടോ.